Flowers Adiradi Ulsav Dubai 2026. Get ready Dubai. 24 Newsum Headline Arabian Mediaയും Epic Eventsum 10x Propertiesum ചേർന്നൊരുക്കും. ഓഗസ്റ്റ് 22 ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ Al-Aghli Club, Stadium Metro Station, Al-Qusais, Dubai. Tickets are available on your tickets. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്ക് 971 56 478 8475. ഒരെണ്ണത്തിനോട് പറഞ്ഞാ കേക്കത്തില്ല. ദേഷ്യം വരുന്ന ഒരു ദിവസം വരും. അന്നേരം അടുപ്പ് വേറെ അടുക്കള വേറെ ആവും. അന്നേരം പിന്നെ അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു, അമ്മൂമ്മ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോണ്ട് വരരുത്. എന്താ അമ്മേ, എന്തോ ഈ തന്നെ എന്ന് പറയുന്നേ? ഇവിടെ വേറെ ആരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചേ, അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ അങ്ങ് പറയുവാ. അതെന്താ ഇവിടെ വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലാത്ത? അമ്മയ്ക്ക് പറയാനുള്ളതൊക്കെ അങ്ങ് പറയണമെന്നേ. ഓ, എന്റെ സീത ഇവിടെ വന്നു കയറിയ ആളാ. നമ്മുടെ ബന്ധു തന്നെയാണ്. പക്ഷെ ഇപ്പോഴല്ലേ ഇവിടെ വന്ന് നിക്കുന്നത്. ആരോടും ഒന്നും പറയാൻ പറ്റത്തില്ലെന്നേ. കാലം മാറി വരുമല്ലേ, ഒരാളിനോട് ഒരു വകയും പറഞ്ഞാ കേക്കത്തില്ല. അമ്മ എന്ത് കാലം മാറി വന്നാലും നമുക്ക് പറയാനുള്ളത് പറയണം. അമ്മയല്ലേ ഇവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. പറഞ്ഞാ കേക്കത്തില്ലെന്നേ. ആരാ ഇവിടെ പറഞ്ഞാ കേക്കാത്തേ? എല്ലാരും. നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നേ? നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ല ഇവിടെ? ചെയ്യങ്ങോട്ട്. അല്ലമ്മ, എന്താ അമ്മയുടെ പ്രശ്നം? അത് പറ. കേശുവിനോട് ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നറിയോ പടവലത്തൊന്ന് പോകാന്. അവിടെ കുറച്ച് ഷീറ്റ് ഉണക്കിയിട്ടിട്ടുണ്ട്, കുറച്ച് ഉണക്കാനിട്ടിട്ടുണ്ട്. ആ ഉമേഷിന്റെ ഭാര്യ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. എത്ര ഷീറ്റ് ഉണ്ട്, എങ്ങനാ, ഏതാ, എന്തുവാ, ഇവനൊന്ന് പോയി നോക്കണ്ടേ? എത്ര ദിവസം കൊണ്ട് ഞാൻ പറയാം, അവൻ പോകത്തില്ലെന്നേ. അവന് ഒരുപാട് കാര്യങ്ങൾ, അവന് ഭയങ്കര ബിസിയാണ്, അവന് പോകാൻ സമയമില്ല. എന്താ ഇങ്ങനെ? கேசுக்கு நிறைய வேலை இருக்கு, அவன் ரொம்ப பிஸியா இருக்கான், அதனால தானே அவன் போகாம இருக்கான். കനകം, നീ മിണ്ടാതെ അവിടെ കാണാൻ ഇരുന്നോണം കേട്ടോ. നീ ആ ചെറുക്കനെ വഷളാക്കുന്നത്. കേശുവിന്റെ കാര്യം വിട്. പാറുവിന്റെ കാര്യോ? നിങ്ങൾ കാണുന്നുണ്ടോ പാറു പഠിക്കുന്നത്? കൃത്യസമയത്തിന് അവൾ എഴുന്നേക്കുന്നുണ്ടോ? അവൾ കുളിക്കുന്നുണ്ടോ? ജപിക്കുന്നുണ്ടോ? ആരാ ഇവിടെ നോക്കാന്? ആരുമില്ല. ஆமா, பாரு குளிக்கிறாന്നുള്ളത് எனக்கு நல்லா தெரியும். ஆனா ஜெபிக்கிறாளா இல்லையா அது எனக்கு தெரியும். അതെന്താ നോക്കാത്തേ? അല്ല, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യല്ലേ, അതൊക്കെ അങ്ങ് വിടാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ലച്ചുവിന്റെ കാര്യം തന്നെ എടുക്കും. ലച്ചുവേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് ചെയ്തോണ്ടിരുന്നതാ. ഇപ്പൊ അവള് വേറെ ഏതോ ലോകത്താ. ലച്ചുവോ? നമ്മൾ എന്തെങ്കിലും പറയുവാണെങ്കിലേ നമ്മളോട് ദേഷ്യപ്പെടും. പ്രത്യേകിച്ച് എന്നോട്. ഞാൻ എന്തെങ്കിലും ഒന്ന് മിണ്ടുവാണെങ്കിൽ അവള് പിന്നെ എന്നെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത രീതിയിൽ എന്നോട് ഓരോന്ന് പറയുന്നത്. അല്ല, അതാ ഒരു പ്രായത്തിന്റെ ഒക്കെ അല്ലേ, അതങ്ങ് വിട്ട് കളയാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വിട്ട് കളയുന്നത്. അത് അങ്ങനെ വിട്ട് കളഞ്ഞാൽ ശരിയാവത്തില്ല മോളെ. ഞാൻ എന്തോ അമ്മ പറയുന്നേ, പിള്ളേരല്ല. വന്നല്ലോ രണ്ടുപേർക്കും ചായയാന്നോ കാപ്പിയാന്നോ? അതിപ്പോ എന്തായാലും മതി. അല്ല, എന്തായിരുന്നു രാവിലെ ഇവിടെ ചർച്ച? അല്ല, അമ്മൂമ്മ പറയും. டேய், உனக்கு இந்த புட்டுக்கு பழம் மட்டும் போதுமா இல்ல வேற ஏதாவது வேணுமா? അതായിരുന്നു രാവിലെ ഇവിടെ ചർച്ച. അപ്പൊ പുട്ടിനിപ്പോ പഴം ഉണ്ടായാലും നല്ല തന്നെ, പക്ഷെ പപ്പടോടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചനെ. പയറും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും. എന്നാ പിന്നെ കടലക്കറി കൂടെ വെക്കാം. ഇപ്പൊ എല്ലാം ആയല്ലോ. ചിലർക്ക് പുട്ടിന്റെ കൂടെ ഉരുളക്കിഴങ്ങ് കറി മതി. അത് ശിവാനിക്കല്ലേ? എന്താ ഇവിടെ ഒരു ചർച്ച? നീ എവിടെയായിരുന്നു? കണ്ടില്ലല്ലോ രാവിലെ. അത് ഞാൻ 1-2 കോൾസിലായിരുന്നു. ഇന്റർനാഷണൽ കോഴ്സിലായിരുന്നു. അല്ല, ഡൊമസ്റ്റിക്. അമ്മ, അച്ഛൻ അവിടെ എത്തിയിട്ട് വിളിച്ചാ? ഇല്ല, അവിടെ തിരക്കായിരിക്കും. എന്തായാലും വിളിക്കുമായിരിക്കും. லெச்சு, உனக்கு பால் சாய் வேணுமா கட்டன் சாய் வேணுமா? ലച്ചുവിന് കട്ടൻ ചായ മതി, അതാ ഇഷ്ടം. ഇല്ലേ മോളെ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് എന്താന്നാലും ഞാൻ കുടിക്കും. എന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സഹായം വേണോ? ഒന്നും വേണ്ട, ഞങ്ങള് 3 പേരും ഇവിടെ നിൽക്കുന്ന കണ്ടില്ലയോ? മോള് പോയി മോടെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കിക്കോ. ആന്റി, ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യല്? പാറക്കുട്ടി സ്പെഷ്യലിന്റെ ആളാണല്ലോ. അത് ഈ കേശുവിനെ കണ്ടുപഠിക്കുന്നതാണെന്നേ. സ്പെഷ്യലും പുതിയ പദ്ധതിയും ഒക്കെ കേശു ആ കൊണ്ടുവരുന്നത് ഇവിടെ. ആ, പുതിയ പദ്ധതിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. ചേച്ചി, നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങണ്ടേ? എന്റെ പൊന്നു മോനെ, ചേച്ചിനെ വെറുതെ വിളിച്ച് മനസമാധാനം എന്താ? അത് തന്നെ മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന മനസമാധാനമാണ്. ഇല്ലേ മോളെ? സത്രം വെച്ചോണ്ടിരിക്കാം. അമ്മേ, അമ്മ എന്താ നോക്കുന്നേ? ഓ, ഒന്നുമില്ല. അല്ല, ആരെയാ നോക്കുന്നേ?
ഒരു കാര്യം സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാൻ സമ്മതിക്കത്തില്ലെന്നേ. ആര്? ഇവിടെ ഉള്ളവരല്ലാതെ ആരാ? അപ്പ ഇടയിൽ കയറി വന്നോളൂ. അതൊരു വൃത്തികെട്ട സ്വഭാവമല്ലേ. അമ്മൂമ്മ അമ്മൂമ്മ എവിടെ ഇരിക്കായിരുന്നാ? പിന്നത്ത് തട്ടുമ്പുറത്ത് കയറിയിരിക്കണോ? അമ്മൂമ്മ ഭയങ്കര കോമഡി ആണല്ലോ. ആ, സീത പറഞ്ഞോണ്ടിരുന്ന കാര്യം പറ. ഓ, കൊച്ചു വന്ന് നിന്നോണ്ടേ ശ്രദ്ധിക്കാൻ പറ്റില്ല. പറഞ്ഞു. നിങ്ങള് പറഞ്ഞോ, എനിക്ക് ബോറടിക്കില്ല. നിനക്ക് ബോറടിക്കത്തില്ലെന്നോ? കേട്ടോ കേട്ടോ പറഞ്ഞത്. നീ അപ്പുറത്തെങ്ങാനും പോയേ. ബോറടിക്കത്തില്ല പോലും. എന്താ അമ്മൂമ്മ? മക്കളൊരു കാര്യം ചെയ്യും, അപ്പുറത്തോട്ട് ചെല്ലേ. ഞാൻ ഇവിടെ ഇരിക്കട്ടെ അമ്മ. എന്റെ പൊന്നല്ലേ, ചെല്ലടി. എന്നാ പിന്നെ ഓക്കെ, നിങ്ങളിരുന്ന് സംസാരിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്തായി? ഒരു കാര്യം സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ലെന്നേ. സംസാരിക്കുന്ന കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. വേറെ ഒരു കാര്യവും ആരും ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാവരുടെയും കാര്യം സീത ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചേ പറ്റൂ. ഞാനോ? ആ, സീത ശ്രദ്ധിക്കണം. സീത എല്ലാവർക്കും ഇവിടെ ഒരു പേടിയൊക്കെ ഉണ്ടെന്നേ. എന്നെ എന്തിനു പേടിക്കുന്നേ? പേടിയുണ്ട്, സീതയ്ക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. പേടിയുണ്ടെന്നേ. ആ അമ്മ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞേ, നമ്മൾ ആ അടുക്കള ഭാഗത്ത് ഷീറ്റ് ഇടുമ്പോഴേ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം മൊത്തം അപ്പുറത്തെ വീട്ടിലേക്ക് വീഴും എന്നാണ് അച്ഛൻ പറയുന്നത്. എന്നെ അപ്പുറത്തുനിന്ന് വല്ലൊരു കംപ്ലൈന്റ് ചെയ്തോ? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് മൊത്തം അച്ഛന്റെ ഊഹാപോഹങ്ങളാണ്. മോളൊരു കാര്യം ചെയ്യും, വേഗം തന്നെ അച്ഛനെ വിളിച്ചോ. അതല്ലെങ്കിൽ അതും ഇതുമൊക്കെ ആലോചിച്ച് കൂട്ടി വല്ലതൊക്കെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് പിന്നെ വഴക്കാവും. അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അമ്മ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു. ആ, ഫോൺ ഞാൻ സൈലന്റ് ആക്കിയ ബെഡേ വെച്ചിട്ടുണ്ട്. മോളൊരു കാര്യം ചെയ്യും, മോള് വിളിക്കേ. അമ്മ പിന്നെ വിളിച്ചോളാം, ഇപ്പൊ സംസാരിക്കുന്നില്ല. ഓക്കെ. ഹലോ, എന്താ ഇവിടെ ഇരിക്കണേ? എന്താ ഞാൻ ഇവിടെ ഇരുന്ന് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടക്കുറവൊന്നുമില്ല. എന്തായിരിക്കണെന്ന് വെറുതെ ചോദിച്ചാലേ ഉള്ളൂ. ഒരു ചൂടാവണേ എന്തിന്? എന്തിനാ വെറുതെ ചോദിക്കുന്നത്? കണ്ടോ, എന്തെങ്കിലും ചോദിച്ചാൽ അതിന് തർക്കുത്തരം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. പറയുന്ന കേട്ടതിന് എനിക്ക് എല്ലാ ദിവസവും സമാധാനം കിട്ടുന്ന പോലെയാ. ഓ, അപ്പൊ ഇതായിരുന്നല്ലേ സമാധാനം കിട്ടാത്തതിന്റെ കാരണം. മോളെ ഒന്ന് വിളിച്ചേ, ഫോൺ വിളിച്ചേച്ചല്ലേ. കണ്ടില്ലേ, സീത ഇരുന്നപ്പോ ഇതാ വർത്താനം. അപ്പൊ ഇല്ലാത്തപ്പോഴത്തെ കാര്യം പറയണോ? സീത അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞു ഭയങ്കര ചീറ്റും ചിലപ്പോ വന്നേ. ചെനപ്പെന്ന് പറഞ്ഞാ അത് ഈ ദേഷ്യം വരുമ്പോഴേ ഒച്ചയെടുത്ത് സംസാരിക്കുന്നതിനാ ഇവിടൊക്കെ പറയുന്നത് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് സീത അവളോട് പറയണം, അടുക്കളത്തെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം, ബാക്കി മൊത്തം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം. അത് സീത പറഞ്ഞാൽ കേൾക്കും. സീതയ്ക്കേ പറയാൻ പറ്റൂ. സീത പറയണം. അമ്മ, അത് ഞാൻ പറഞ്ഞ ശരിയാവത്തില്ല. വേറൊന്നുമല്ല, അവക്കത് പിന്നെ വിഷമാവും. അതെന്താ സീതയ്ക്ക് പറഞ്ഞാലോ? സീത അവളുടെ ആരാ? ദേ വരുന്ന അടുത്താണ്. ഇവിടെ ഇരിക്കണ അമ്മൂ. പിന്നെ ഞാൻ ഉമേശ്വരനെ വിളിച്ചായിരുന്നു. എന്നിട്ട് പറഞ്ഞ അവിടുത്തെ റബ്ബർ ഷീറ്റ് ഉണ്ടല്ലോ, എല്ലാം കൂടെ എണ്ണി ചിട്ടപ്പെടുത്തി വെക്കാൻ പറഞ്ഞു. ആ, അങ്ങോട്ട് പോവണ്ടേ, ഇവിടെ ഇരുന്ന് വിളിച്ച് പറഞ്ഞോണ്ടിരുന്നാ മതി. ഇതുവരെ ഉമേഷ് നമ്മുടെ മുതലൊന്നും എടുത്ത് വിറ്റ് കള്ളു കുടിച്ചിട്ടില്ല. ഇനി നമ്മളായിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കി വെക്കരുത്. എന്തൊരമ്മൂമ്മ, അങ്ങനെയൊന്നും ചെയ്യൂല. അങ്ങനെ എന്റെ ശരിക്കുള്ള സ്വഭാവം അങ്ങനെ അറിയും. അതെന്താടാ അങ്ങനെ ഒരു പറച്ചില്? അല്ല, അങ്ങനെയൊന്നുമില്ല, നമ്മള് വായത്തോളം വിളിച്ച് പറയുമല്ലോ, അത് പറഞ്ഞേ. ആ, ഇവിടെ ഒന്നുകൊണ്ട് വിളിച്ച് പറഞ്ഞോണ്ടിരുന്നാ മതി. ഒരു കാര്യം ചെയ്, നീ ഇപ്പൊ തന്നെ ഉമേഷിനെ ഒന്ന് വിളിക്കും. എന്നിട്ട് അവനോട് പറ, എണ്ണി തിട്ടപ്പെടുത്തി ഒന്നും വെക്കണ്ട, നീ അവിടെ ചെന്നതിന് ശേഷം എണ്ണി തിട്ടപ്പെടുത്തി വെച്ചാൽ മതി. ശരി, വിളിച്ച് പറയാം. പറഞ്ഞിട്ട് അത്ര പോരാ, പോണോ അങ്ങോട്ട്. കണ്ടല്ലോ, ഇതൊക്കെ കണ്ടല്ലോ. ഇതാണ് ഒരു ഉത്തരവാദിത്വം ഇല്ല. പിന്നെ എന്നെ പേടിച്ചാ ഇപ്പൊ ഇങ്ങനൊക്കെ നിക്കുന്നത്. ഇടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അടിയും പിടിയും വഴക്കും ഒക്കെ ആയിട്ട് നടന്നാന്നേ. ആ, ഞാനിപ്പൊ പറഞ്ഞൊരു നിലയ്ക്ക് ഇങ്ങനെ നിർത്തിയേക്കുവാ. അതുകൊണ്ടാ ഞാൻ സീതയോട് പറയുന്നത്, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഇത് സീതയുടെയും കൂടെ കുടുംബമാണ്. സീത പറഞ്ഞാ കേക്കും. ഞാനാ പറയുന്നത്, സീത അതൊക്കെ ചെയ്യണം. സീതയെ പറ്റൂ. ഒന്നും പറയാൻ നിൽക്കണ്ട, എല്ലാം ശ്രദ്ധിച്ചാ മതി. ഞാൻ പറഞ്ഞൊക്കെ കേട്ടല്ലോ. ഇതാരോടും പറയാനും നിൽക്കരുത്, ഞാൻ പറഞ്ഞു. ആ,
പാറു എന്താ ഫോൺ കൊണ്ടോണ്ടിരിക്കുകയാണോ? അത് കനകത്തിന്റെ ഫോണല്ലേ? കൊണ്ട കൊടുത്തേ കനകത്തിന്റെ. പറ്റത്തില്ല, ഫോൺ കൊണ്ട് കൊടുക്കൂ. കേശു, കേശു, ഓ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തൊരു സുഖം പോയി. ഇങ്ങോട്ട് വാ. എന്താ നിന്റെ പരിപാടി? കുറച്ചേരം കിടക്കണം, എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കണം. അതല്ല, നിന്റെ ഭാവി പരിപാടി എന്താണ്? കേട്ടില്ലേ? ഭാവി പരിപാടി ആ, അത് ഇനി എമ്മ പഠിക്കാൻ പോണം, പിന്നെ പടവലത്ത് കൃഷി ഇറക്കണം. പടവലത്ത് കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഓർത്തെ. അമ്മ പറഞ്ഞില്ലായിരുന്നോ പടവലത്ത് പോകുന്ന കാര്യം? ഓ നാളെ പോണം. നാളെ? ആ, നാളെ 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 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ പോയേ പറ്റുള്ളൂ. പാറു, ഇവിടെ വന്നേ. ഇവിടെ വാ. എന്താ അമ്മേ? ഫോൺ കൊണ്ട് കൊടുത്തോ? കുളിച്ചോ എന്ന്? മേല് കഴുകിയില്ല, കുളിച്ചില്ല. ആ, അപ്പൊ കുളിച്ചുമില്ല, മേല് കഴുകിയില്ല. അതെ, ഡെയിലി കുളിക്കണം. കുളിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? തലയിൽ ഇങ്ങനെ ഡ്രൈ ആയി വരും. പിന്നെ അത് വലിയ അസുഖമായിട്ട് മാറും. കേട്ടോ? എണ്ണ തേക്കാറുണ്ടോ ഡെയിലി? ഡെയിലി തേക്കാറില്ല, വല്ലപ്പോഴും. വല്ലപ്പോഴും തേച്ചാ പോരാ, എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിച്ചാലേ നന്നായിട്ട് മുടി വളരുള്ളൂ. പിന്നെ നന്നായിട്ട് എണ്ണ തേക്കുന്ന ദിവസം ഉണ്ടല്ലോ, നന്നായിട്ട് ഷാമ്പുവും കൂടെ ഇടണം. അല്ലെങ്കിൽ ഈ ചെളി എല്ലാം കൂടെ കുഴഞ്ഞു പിടിച്ചിരിക്കും. ഇനി തന്നെ ഇടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സീതാമ്മയോട് പറയണം. എന്തോ സീത കൊച്ചിനോട് പറഞ്ഞോണ്ട് നിൽക്കുന്നേ? അല്ല, എല്ലാ ദിവസവും തല നിറച്ച് എണ്ണ വെച്ച് കുളിക്കണം എന്ന് കൊച്ചിനോട് പറയുമായിരുന്നു. ലച്ചു, ലച്ചു, ആ, നീ എന്താ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നേ? നിനക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ലേ? അതിന് ഇവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ, എല്ലാം കഴിഞ്ഞില്ലേ? കനകം, ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞോ? ஆமா எல்லாமே சீக்கிரம் முடிஞ்சது. ഇവിടുത്തെ ജോലിയൊക്കെ കനകത്തിന് ചെയ്യാനുള്ളതേ ഉള്ളൂ. തന്നെയല്ലെന്നേ, കനവ് ആരെ കൊണ്ടും ജോലിയൊന്നും ചെയ്യിക്കത്തില്ല. കൊച്ചവിടെ ഇരുന്നോട്ടെ. അതെന്താ, കനകത്തിന് വേറെ ആരെങ്കിലും ജോലി ചെയ്യുന്ന ഇഷ്ടമല്ലേ? அப்படியெல்லாம் இல்லைங்க. என்னன்னா இங்க கொஞ்சம் கொஞ்சம் வேலை தான் இருக்கு. அது நானும் அம்மாவும் சேர்ந்தா சீக்கிரம் முடியும். ആ, ചീക്കറ മുടി അങ്ങനെ പറ്റത്തില്ല. കൊച്ചിനെയും കൂടെ എന്തെങ്കിലും ചെയ്യിപ്പിക്കണം. ആ, പിന്നെ കേശു, ഓ കനകം നേരത്തെ പറഞ്ഞില്ലായിരുന്നു എന്തൊക്കെയോ സാധനം വാങ്ങിക്കണമെന്ന്? കനകം എന്തൊക്കെയാ വാങ്ങിക്കണമെന്ന് വെച്ചാ പറഞ്ഞേ. தேங்காய் எண்ணெயும் காயும் தான். ആ, എന്നാ ആ തേങ്ങാ എണ്ണയും കായവും വെളിച്ചെണ്ണയല്ലേ പറഞ്ഞത്? വെളിച്ചെണ്ണയും കായവും പോയി വാങ്ങിച്ചിട്ട് വാ. വേറെ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയണം. അല്ലാതെ കൊച്ചവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അത് തീർന്നു പോയി ഇത് തീർന്നു പോയി എന്ന് പറയരുത്. இப்போ அது மட்டும் தான் எனக்கு ஞாபகம் இருக்கு. ആ, എന്നാ അത് വേഗം പോയി വാങ്ങിച്ചേ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോയാ പോരെ? എന്തോന്ന് അരമണിക്കൂർ? സമയവും കാലവും മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് നീ കടയിലോട്ട് പോവുള്ളോ? ആ, എന്നാ പിന്നെ ഞാൻ എന്താണ്ട് പോയിട്ട് വരാം. അമ്മൂമ്മ പൈസ ലച്ചു അയച്ചു തന്നോളൂ. അയച്ചുതരാം. ഞാൻ പോയിട്ട് വരാം. ലച്ചു എവിടെ പോണ്? ഞാൻ എവിടെയും പോയില്ല. അടുക്കളയിലെ ജോലിയല്ലേ കഴിഞ്ഞുള്ളൂ. നീ ഒരു കാര്യം ചെയ്, ആ മുറ്റവും വരാന്തയൊക്കെ നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കാൻ നോക്ക്. இல்ல நான் அது செய்றேனே. അതെന്തിനാ നാ ചെയ്യറേ? എല്ലാം കനകത്തിന് തന്നെ ചെയ്യണം നിർബന്ധമാണോ? വേറെ ആരെങ്കിലും ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാ പിന്നെ അവള് ചെയ്യട്ടെ. ഞാൻ ചെയ്തോളാം. ആ, അങ്ങനെ തൂക്കുവാണെങ്കിൽ വൃത്തിയായിട്ട് തൂക്കണം, അല്ല ചുമ്മാ പേരിന് തൂത്തിട്ട് പോരരുത്. ഇതെന്റെയും കൂടെ വീടല്ലേ, തൂക്കുമ്പോ വൃത്തിയായിട്ടല്ലേ തൂക്കത്തുള്ളൂ. ലച്ചുവേ, അമ്മൂമ്മ എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ തർക്കുത്തരായിട്ടാണോ മറുപടി കൊടുക്കുന്നത്? ഞാൻ തൂത്തോളാം. ആ, ചെല്ല്. വേണ്ടി. പാറു എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്ന? പഠിക്കണ്ടേ? കുറച്ച് കഴിഞ്ഞ് പഠിച്ചാ പോരെ? കുറച്ച് കഴിഞ്ഞ് പഠിച്ചാ പോരാ, ഇപ്പൊ തന്നെ പഠിക്കണം. പോയി പഠിച്ചേ, ചെല്ലേ. എന്നെ കൊണ്ട് പറ്റത്തില്ല. സൂപ്പറായിട്ടുണ്ട്. ഒരു സൂപ്പറും ഇല്ല, ചുമ്മാ പിള്ളേരെ വഴക്കും പറഞ്ഞ്. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ ഇതായിട്ട് നിൽക്ക്.
എന്റെ അമ്മ, ഇത് ഞാൻ എന്തിനീ കാണേ? എന്താ ചെയ്ത്? വായിലിരിക്കണ കേക്കരുത് കേട്ടാ. എന്ത് പറ്റിയ കാര്യം പറ. കണ്ടോളൂടെ അയ്യോ, അല്ല തുടക്കണ കാണുകയൊക്കെ ചെയ്ത്. പക്ഷെ തനിക്ക് എന്ത് പറ്റി തുടക്കാൻ? അപൂർവ കാഴ്ചയാണല്ലോ. ചൊറിയാതെ പോയേ യേശു. ചൊറിഞ്ഞല്ലോ, കാര്യം ചോദിച്ചല്ലേ, കാര്യം പറ. എന്ത് പറ്റി? എന്ത് പറ്റി? അവിടെ മൊത്തം പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പൊ എനിക്ക് വൃത്തിയാക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ തുടയ്ക്കുന്നു. തനിക്ക് വൃത്തിയാക്കാൻ തോന്നിയിട്ട് മലം കാണിക്കല്ലേ? എന്തുവായി ലച്ചു? നോക്കുമ്പോ സമ്മതിക്കുന്നില്ല അവൻ. ഇപ്പോഴാണോ വരുന്നേ? എപ്പ പോയതാണ് കടയില്? അല്ല, ഞാൻ നേരെ കടയിൽ പോയി. എന്നിട്ട് ഞാൻ തിരിച്ച് ആ ജോഷുവിനെ എങ്ങനെ കാണാൻ പോയി കാണും അമ്മ? ഇല്ല, ഞാൻ ആരെയും കാണാൻ പോയിട്ടില്ല. കറക്റ്റ് പോയി കറക്റ്റ് തിരിച്ചു വന്നു. ഇടയ്ക്ക് വെച്ച് ഒരു ഗ്യാപ്പും ഉണ്ടായില്ല. ഒരു കാര്യം ഞാൻ പറയാം കേശു. ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ച് നേരെ ഇവിടെ എത്തണം, കേട്ടല്ലോ? ആ എന്നാ പിന്നെ ഞാനെന്നാ അങ്ങോട്ട് ചെല്ല്. ലച്ചുമോളെ, തുടച്ചു കഴിഞ്ഞോ? ആ, ഇച്ചിരിയും കൂടി ഉള്ളു, ബാക്കിയെല്ലാം കഴിഞ്ഞു. അല്ല, അടുക്കള കനകത്തിനെ ഒന്ന് സഹായിക്കാനായിരുന്നു. അല്ല, അതിന് അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞാണല്ലോ. അത് രാവിലത്തെ അല്ലയോ, ഇനി ഉച്ചക്കലത്തെ കിടക്കുമല്ലയോ? ആ, കുഴപ്പമില്ല, ഞാൻ പോയി സഹായിച്ചോളാം. ഇല്ലമ്മേ, മോളൊരു കാര്യം ചെയ്. അടുക്കളയിൽ പോയി കനകത്തെ സഹായിച്ചിട്ട് വന്നിട്ട് ബാക്കി ഇത് ചെയ്താൽ മതി. ചെല്ല്. അതവിടെ വെക്കാതെ സൈഡിലേക്ക് മാറ്റി വെക്കുക. ആ, മതി മതി. വഴി തരുവാണെങ്കിൽ ലച്ചു, ലച്ചു, ഒന്നിങ്ങോട്ട് വന്നേ. ഈ ബക്കറ്റ് പിന്നെ വേറെ ആരെങ്കിലും കൊണ്ട് വെക്കോ? ഇന്നത്തേക്ക് ഇത്രയും മതി, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. അതൊന്നും പറ്റത്തില്ല. ഇപ്പൊ നിന്ന് എങ്ങനെയാണോ അതേപോലെ നിൽക്കണം. ഇനി എന്നെ വിളിക്കരുത്. പിള്ളേരെ ജോലി ചെയ്യിപ്പിക്കാനും വഴക്ക് പറയാനും ഇനി ഞാനില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് എന്നോട് ദേഷ്യമാവും അമ്മേ. അയ്യോ എന്റെ സീത, അതൊന്നും അല്ല. പിന്നെ അടുക്കളയിലെ പണിയെല്ലാം തീർന്നു. ലച്ചു കൂടെ കയറി സഹായിച്ചെന്നേ. പിന്നെ പാറുവോ കുളിച്ച് സുന്ദരിയായി കുറിയൊക്കെ തൊട്ട് നിൽക്കുന്നു. വിളിക്കട്ടെ? പാറുവേ, പാറു വന്നേ. ലച്ചു, ലച്ചു വരുന്നേ. അയ്യോ, ഇതാരാ ഇത്? സുന്ദര കുട്ടിയായല്ലോ, കുറിയൊക്കെ തൊട്ട്. എന്താ നോക്കിയ പാറുവിനെ കുളിച്ചല്ലേ? സുന്ദരിയായിട്ടുണ്ട്. ഇവിടെ പണ്ട് കുഞ്ഞിലെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കുമ്പോഴും നിനക്ക് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇനി എല്ലാ ദിവസവും ലച്ചു വേണം കുഞ്ഞിനെ കുളിപ്പിച്ച് റെഡിയാക്കാൻ, അല്ലേ സീതേ? അതെ അതെ, സീത പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ അടുക്കളയിലെ പണി മുഴുവൻ കഴിഞ്ഞെന്ന് പറഞ്ഞു ആണല്ലേ? எல்லாமே முடிஞ்சது, இனி பாத்திரம் மட்டும்தான் விளக்கணும். അത് ലച്ചുമോള് കഴി വെച്ചോളൂ, അല്ലേ സീതേ? അമ്മ പറഞ്ഞ വറുത്തരച്ച മീൻകറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആണോ? நான் அதை டேஸ்ட் பண்ணி பார்த்தேன், ரொம்ப சூப்பரா இருக்கு. മിടുക്കി. അയ്യോ, ആഹാ, കേശുമോ വന്നല്ലോ. കഴിഞ്ഞോ? ജോലി മുഴുവൻ ചെയ്ത് തീർത്തോ? ജോലി മൊത്തം ചെയ്ത് തീർത്ത് ഞാൻ എന്നാ പോട്ടാ. വന്നേ വന്നേ വന്നേ. അതെ, നാളെ പടവലത്ത് പോണോന്ന് സീത പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞായിരുന്നു. ആ, പടവലത്ത് പോയി കൊടുക്കാനുള്ള ഷീറ്റൊക്കെ കൊടുക്കണം, ബാക്കിയെല്ലാം ഉണക്കി പറക്കി അവിടെ വെക്കണം. എന്നിട്ട് രാത്രി വന്നാ മതി. അതെന്തിനാ രാത്രിയില്? അതെ, രാത്രി വന്നാ മതി. ഓ, ഇനി എന്തെങ്കിലും ഉണ്ടോ അതോ കഴിഞ്ഞോ? ഇനിയൊന്നുമില്ല, അല്ലേ സീതേ? ഇല്ല, ഇനിയൊന്നുമില്ല. എല്ലാരും അവരവരുടെ കാര്യം നോക്കാൻ തുടങ്ങിയപ്പം ഇവിടെ ഒരു വഴക്കുമില്ല.
ഇല്ലേ സീതേ? ആ അതെ. അമ്മൂമ്മ ഇന്ന് അതിന് വഴക്കില്ലായിരുന്നല്ലോ. അല്ല, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുതെന്ന് പറഞ്ഞതാ മോളെ. അല്ലേ സീതേ? ആ അതെ. ഇനി ആവശ്യമില്ലാതെ ഈ വീട്ടില് വഴക്കൊന്നും പാടില്ല കേട്ടോ. ശരി. അയ്യോ സീതേ, സീത പറയുന്നതൊക്കെ കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനി എന്നെയും കൂടെ വഴക്ക് പറയുമായിരിക്കും എന്ന്. இல்ல சீதாമ്മ நினைச்ச உடனே ஒரே நாள்ல இவ்வளவு மாத்தமா? അല്ല സീതയ്ക്ക് നിങ്ങളെയൊക്കെ കുറച്ച് ശ്രദ്ധിച്ചപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കും സീത അങ്ങനെയൊക്കെ പറഞ്ഞേ. പാറുവേ, അമ്മൂമ്മ അമ്മൂമ്മ ഒന്നുകൂടെ വിളിക്കാവോ? എന്തിന്? ഇതി അമ്മൂമ്മ പറയാം. ചോനർത്തല ഭവാനി അവിടെ ഇരിക്കേ, കുറച്ച് വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കട്ടെ. എന്ത് വിശേഷം ചോദിക്കാൻ? ഈ അമ്മൂമ്മയെ കൊണ്ട് അങ്ങോട്ട് ഇരി, അങ്ങോട്ട് ഇരി. ആ അപ്പൊ എങ്ങനെയാ, സത്യങ്ങളൊക്കെ പറയുമല്ലേ? എന്ത് സത്യം? അമ്മമ്മേ, കൂടുതൽ വിളച്ചിലെടുക്കരുത്. നമ്മളും ഈ വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ അടവുകളൊക്കെ ഇറക്കുന്ന ആൾക്കാരാ. അല്ല, നിങ്ങൾക്ക് അടവുണ്ടായിരിക്കും, എനിക്ക് അടവൊന്നുമില്ല. അയ്യോ. എന്നിട്ട് അമ്മൂമ്മ നിങ്ങൾ പറഞ്ഞൂടെ? എന്തോന്ന്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മൂമ്മ ഇപ്പം സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പടവലത്തൊന്നും ഞാൻ പകൽ കൊള്ള ഞാൻ നടത്തും. എടാ, അതിന് ഞാൻ എന്തോ പറയാനാ? നിങ്ങൾ എന്നെ എന്തിനെങ്കിലും നോക്കി പേടിപ്പിക്കുന്നേ? പെട്ടെന്ന് എന്തോ പറ്റി സീതാമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ നോക്കി കാണാൻ ഒരു ശുഷ്കാന്തിയും പിന്നെ ഞങ്ങളുടെ മേളിൽ ഒരു ആജ്ഞാപനവും ഒക്കെ. അതിപ്പോ സീതയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ മനസ്സിലായി കാണും. നിങ്ങൾ ഇങ്ങനെ അനുസരിക്കാതെ നടക്കുന്നതൊക്കെ കണ്ടപ്പോ മനസ്സിലായി കാണും. അതുകൊണ്ട് പറയുന്നതായിരിക്കും. അല്ലാതെ അമ്മൂമ്മ പുറകെ നടന്ന് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടെല്ലാം ചെയ്യിപ്പിച്ചത്. കണ്ട 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 എങ്ങനെ ഇരിക്കണ, കൊള്ളാം അമ്മൂമ്മ, നല്ല സ്വഭാവം. ഞാൻ ഇപ്പൊ സീതയെ വിളിക്കും. നിങ്ങൾ എന്നെ വരട്ടെന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. സീതേ, സീതേ, എന്താ അമ്മേ? ഇങ്ങോട്ട് വന്നേ. എന്താ? ഈ പിള്ളേര് വട്ടം കൂടി തന്നെ വരട്ടിക്കൊണ്ടിരിക്കുവന്നേ. ഇപ്പൊ കൊടുത്ത ജോലി പോരാ, കുറച്ചുകൂടെ വലിയ ജോലി കൊടുക്കാൻ സീതമ്മയോട് പറയാന്. നമുക്കൊരു കാര്യം ചെയ്യാം. ആ റോഡ് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, അല്ലേ? വേണ്ട, ഞാനില്ലേ ഈ പരിപാടിക്ക്. രാവിലെ മുതൽ ഈ അമ്മൂമ്മ പറഞ്ഞതിന്റെ പേരിലാണ് ഇതെല്ലാം ഞാൻ ചെയ്തോണ്ടിരുന്നത്. ദേ ഇങ്ങോട്ട് നോക്കിയമ്മ, ഇവിടെ. ഇനി ഈ പിള്ളേർക്ക് ഞാൻ ജോലി കൊടുത്താ ഇവർക്ക് എന്നോടുള്ള സ്നേഹവും തീരും, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും. അമ്മൂമ്മയായി പിള്ളേരായി നമ്മളെ വിട്ടേക്ക്. ഇനി അതല്ല, അമ്മയ്ക്ക് റോഡ് ക്ലീൻ ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ അമ്മ തന്നെ ചെയ്തോ, പ്രശ്നം സോൾവ് ആയില്ലേ? കേശുവേ, ടൂൾസ് എടുക്ക. ഇന്ന എനിക്കത്ത് എണീക്കങ്ങോട്ട് കമാൻ. റോഡിന്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ ക്ലീൻ ചെയ്തോ.